എന്നാലും ഇത്ര കാലമായിട്ട് ഞാൻ എന്താ ഈ പുഡിങ് അറിയാതെ പോയതല്ലേ. ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ അത് ആലോചിച്ചത്. വെറും രണ്ട് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ലോ കോസ്റ്റ് പുഡിങ് റെസിപ്പി. അപ്പോൾ ആദ്യം ഞാനിവിടെ ക്രംബറിയുടെ യോഗട്ട് 1 കപ്പ് ചേർക്കുന്നുണ്ട്. അത് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്നും ബ്ലെൻഡ് ചെയ്ത് അപ്പോൾ ഓവറായിട്ട് അങ്ങ് ലൂസായിട്ട് പോകും ഈ ഒരു യോഗട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ 1 കപ്പ് യോഗട്ട് എടുക്കുകയാണെങ്കിൽ 3/4 കപ്പ് അളവിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഒരു ഫ്ലേവറിങ്ങിനായിട്ട് ഞാനിവിടെ ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലാതെ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി ഈ ഒരു ടിഫിൻ ബോക്സിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓയിലല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഫോയിൽ കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടുപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്കത് 35 മിനിറ്റ് ഒന്ന് ആവിയേറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ. അപ്പം നമുക്ക് വേണമെങ്കിൽ ചൂടോടെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിനാകെ 2 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. എന്നാൽ ഇൻഗ്രീഡിയൻസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം.